സഹോദരങ്ങളെ, നമുക്കറിയാം, നാമൊക്കെ പിന്തുടർന്നു വരുന്ന പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായ ഇസ്ലാം സാർവകാലികമായ പ്രകൃതിദത്തമായ ഒരു മതമാണ് എന്നുള്ളത്. ഇതിൻ്റെ നിയമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അല്ലാഹു നിയമിച്ചിരിക്കുന്നത് കേവലം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബികളും പ്രവർത്തിച്ചു വന്നിരുന്ന ആ ഒരു സമയത്തിൽ മാത്രമല്ല, മറിച്ച് ഈ ഒരു കാലഘട്ടത്തിലും ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾക്കുമുള്ള ജനങ്ങൾക്ക് അതനുസരിച്ചു ജീവിച്ചാൽ ഖൈറുണ്ടാകുമെന്ന രീതിയിലുള്ള വിശിഷ്യമായ നിയമങ്ങളാണ് അല്ലാഹു പാസാക്കിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഏത് പ്രകൃതിയോടും ഏത് പ്രകൃത കാലഘട്ടത്തിനോടും അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവന്ന ദീനിനെ സംബന്ധിച്ച് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ആദരവായ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിച്ചു നിർത്തുക ലിദ്ദീനി ഹനീഫ, ദീനിലേക്ക്, പരിശുദ്ധമായ ദീനിലേക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിച്ചു വെക്കുക. ഫിത്രത്തല്ലാഹി, ഇസ്ലാം പ്രകൃതി മതമായ വിശുദ്ധമായ ഇസ്ലാമിനെ അല്ലാഹുവിന്റെ നിയമത്തെ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അല്ലതി ഫതറന്നാസ അലൈഹ, ഏത് പ്രകൃതിക്കിണങ്ങിയ ആ രീതിയിലുള്ള ഈ ഒരു സന്ദർഭങ്ങൾ വരുമ്പോഴും ആ വിശുദ്ധമായ ഇസ്ലാമിലെ ആ മനുഷ്യന്മാർ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോ ഈ ജനങ്ങൾ ആ ദീനിലുള്ള നിയമങ്ങളെ മറക്കാൻ പാടില്ല. ദാലിക ദീനുൽ ഖയ്യിമ, ഇതാണ് വിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ നിയമം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എങ്കിലും അധികം ആളുകളും ഇതിനെ സംബന്ധിച്ച് അറിയുന്നില്ല, അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു ഒരു നിയമം നമുക്ക് തരുമ്പോ ആ നിയമം അത് സത്യമായ നിയമമാണ്, എല്ലാ കാലത്തിനും അനുസൃതമാണ്, നിങ്ങളതിൽ പ്രവർത്തിക്കുക, അത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നാശമാണ് എന്ന് ഖുർആൻ വിളിച്ചു പറയുമ്പോഴും നമ്മൾ അതിലുപരി വിദ്യാഭ്യാസമുള്ള ആളുകളായി മാറുമ്പോൾ, അതിലുപരി വിദ്യയുള്ള ആളുകളായി മാറുമ്പോൾ, കാലഘട്ടത്തിനനുസരിച്ച് നാടോടുമ്പോ നടുവേ ഓടുക എന്ന രീതിയിലേക്ക് മതത്തിന്റെ നിയമങ്ങൾ പോലും നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക, അധികം ആളുകളും ചിന്തിക്കാതെ പോകുന്നു, അറിയാതെ പോകുന്നു സത്യത്തെ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയട്ടെ, ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ആ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് ഇന്ന് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അതിനെ തിരുത്തിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന പുതുതായി ഓരോ ടെക്നോളജികൾ വളരുമ്പോ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചിന്തകൾ, ലിബറലിസം മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു കയറുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വിശ്വാസികൾ മനസ്സിലാക്കുക, അവിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുക, അവിടെയാണ് നമ്മുടെ പ്രയാസങ്ങൾക്ക് ആരംഭം വരിക, അവിടെയാണ് സമാധാനങ്ങൾ ഇല്ലാതാവുക, അവിടെയാണ് സ്വസ്ഥതകൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാടുകളിലേക്ക് വരിക. വർത്തമാന കാലഘട്ടത്തിലേക്ക് വരുമ്പോ നമ്മളൊക്കെ കണ്ടു ഏമാ കമ്മീഷൻ റിപ്പോർട്ട്. എല്ലാ ആളുകളും ചോദിച്ചിരുന്നു, ഈ കേരളത്തിൽ പോലും ജനറൽ ന്യൂട്രാലജി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപോലെ ലിംഗസമത്വം എല്ലാം കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പൊറിയിച്ചിരുന്നു. പരിശുദ്ധമായ ദീനിൽ വിശ്വസിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ അതിനെ എതിർത്തപ്പോ ആ പുരാതന ദീനിന്നും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കുക, ആ ഈക്വാലിറ്റിക്ക് വേണ്ടി അവിടെ ഈക്വാലിറ്റി പറഞ്ഞുകൊണ്ട് അന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്ന ആളുകൾ, എരിപിരി കൊണ്ടിരുന്ന ആളുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും ഇല്ലാത്തൊരവസ്ഥയാണ്. വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിരുന്നു, അതിരെ കടന്ന സ്വാതന്ത്ര്യത്തോടെ ഒരു ആണും ഒരു പെണ്ണും അവരന്യരായി തുടരുന്ന ഒരു സ്വാതന്ത്ര്യം അവരിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവരുടെ ഇടയിലെ പിശാച് അവരെ പിഴപ്പിക്കുമെന്ന്
പരിശുദ്ധമായ ഇസ്ലാം പറയുമ്പോ അക്ഷരം പ്രതി നമ്മുടെ മുമ്പിൽ അതിൽ തുറന്നു കാണിച്ചു തരികയാണ്. പല മാന്യന്മാരുടെയും മുഖം മൂടി അഴിച്ചു വെക്കുന്ന ഒരവസ്ഥ വരുമ്പോ അവിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോ അല്ലാഹുവിന്റെ ദീന് മുമ്പും അത് പഠിപ്പിച്ചു തന്നിരുന്നു എന്നുള്ളതാണ്. ഈ ക്വാലിറ്റി വേഷത്തിലായാൽ ശാരീരികമായ ഘടനകൾ, ഹോർമോണുകൾ, അവന്റെ മാനസികാവസ്ഥകൾ അതെങ്ങനെ ഈ ക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? എല്ലാ ആളുകളും ഒരുങ്ങിയിരുന്ന ഒരു കാലത്ത് ആണിന്റെ വേഷം പെണ്ണിന് കൊടുത്തിട്ട് ആണും പെണ്ണും ഒരുപോലെ നടക്കുക ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക. ആ ആളുകൾ പെണ്ണിന്റെ വേഷം ആണിന് ഇടാമല്ലോ, പെണ്ണിനെ പോലെ ആണിനും നടക്കാമല്ലോ, അങ്ങനെ ഒരു വാദം ആരും ഉന്നയിച്ചിട്ടില്ല. ആണിനെ പോലെ പെണ്ണുമാവണം, ഈ രീതിയായിരുന്നു. എവിടെയും ഇറങ്ങി നടക്കാം, എവിടെയും പോവാം, ഏത് സമയവും യാത്ര ചെയ്യാം, അവരുടെ അവകാശമാണ്, മൗലിക അവകാശമാണ്. ഞാൻ അതിനെ ലംഘിക്കുവാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ഫിത്നകളിൽ നിന്ന് വലിയ കടന്നുകയറ്റങ്ങൾ അതിനിടയിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ദീൻ പഠിപ്പിച്ചു തന്ന ആ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞല്ലോ, സഹോദരങ്ങളെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസി ലയുസീഖുഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. കടലിലും കരയിലും ഫസാദുകൾ വെളിവാകാനുള്ള കാരണമെന്താണ്? സഹോദരങ്ങളെ, സമാധാനമില്ലാതിരിക്കുന്നതിന്റെ കാരണമെന്താണ്? ബിമാ കസബത് ഐദിൻ നാസ്, അതിന്റെ പിന്നിൽ ജനങ്ങളുടെ കരങ്ങൾ തന്നെയാണ്. അതിന്റെ പിന്നിൽ ജനങ്ങൾ തിന്മകൾ കൊണ്ട് അതിലേക്ക് വല്ലാതെ തിന്മകൾ കൊണ്ടെടുക്കുന്നത് കൊണ്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് വിളിച്ചു പറഞ്ഞു തരുമ്പോൾ, സഹോദരങ്ങളെ, നാം ഒന്ന് നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചു നോക്കുക, നമ്മുടെ വിദ്യ കൊണ്ട് ചിന്തിച്ചു നോക്കുക. ഒരു വാഹനത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നു, കയറല്ലേ, അത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല, അത് നിങ്ങൾക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ആ വാഹനം നിങ്ങൾ ഓടിച്ചു പോവുകയാണെങ്കിൽ അതിന് ബ്രേക്കില്ല, നിങ്ങൾ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകരുതെന്നൊരു വിഭാഗം ഉപദേശിക്കുമ്പോ, ഞാൻ അങ്ങനെ പോകുന്നവനാണ്, എനിക്ക് അപകടം പറ്റില്ല, എനിക്ക് പ്രശ്നം പറ്റൂല, എനിക്കതിന് വല്ലാത്ത അതിൽ പരിചയ സമ്പന്നനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനാ വാഹനമെടുത്ത് ഓടിച്ചു കൊണ്ടുപോയി. അവനൊരു അപകടത്തിലേക്ക് ചെന്നു ചാടി, ഒരു ഭീകരമായ അപകടത്തിൽ അവന് പെട്ടു. ആ വാർത്ത ഇന്ന് നമ്മളെ ചെവികളിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് ഞെട്ടലുണ്ടാവോ? നമ്മൾ ഒരിക്കലും അത് ഞെട്ടൂല. കാരണം എന്തെന്നറിയോ? നമുക്കറിയാം, ആ വാഹനത്തിന് ബ്രേക്കില്ല, അതെടുത്തു പോയാൽ അപകടത്തിൽ പെടും തീർച്ചയാണെന്ന്. ഇതുപോലെ ദീൻ പറഞ്ഞു തന്നിരുന്നു പെണ്ണിന്റെ വിഷയത്തിനെ സംബന്ധിച്ച്, നിയമത്തിനെ സംബന്ധിച്ച്, ആണിന്റെ വിഷയത്തിനെ സംബന്ധിച്ച്, നിയമത്തെ സംബന്ധിച്ച്. പക്ഷേ അത് കേൾക്കാത്ത പക്ഷത്തോളം ദുനിയാവിലെ ആധുനിക സംഹിതകൾ വളർന്നു വന്നപ്പോ അവിടെ ഈ ക്വാലിറ്റി പറഞ്ഞു നടന്നവരുടെ ഇടയിൽ പോലും സഹോദരങ്ങളെ ഫിത്നകൾ കൊണ്ട് വല്ലാതെ വെളിവാകുമ്പോൾ പല ജനങ്ങളുടെയും സമാധാനം ഇന്ന് നശിച്ചു പോകുമ്പോ ഇത് കേവലം ഒരു ഹേമയുടെ റിപ്പോർട്ട് വന്ന് സിനിമയുടെ ഉള്ളറകൾ മാത്രമല്ല, ഏതൊരു മേഖലയിൽ നിന്ന് നാം എടുത്ത് പരിശോധിച്ചു നോക്കുക. അത് തൊഴിൽ സംബന്ധമാകട്ടെ, അത് കുടുംബ സംബന്ധമാകട്ടെ, അത് നമ്മുടെ ജോലി സംബന്ധമാകട്ടെ, അത് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന യാത്ര സംബന്ധമാവട്ടെ, ഏത് മേഖലയാകട്ടെ, അതിര് കടന്ന സ്വാതന്ത്ര്യമുണ്ടോ? പരിശുദ്ധമായ ഇസ്ലാം നിരോധിച്ചു കളഞ്ഞതിന്റെ ഉപരി നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ ഇന്ന് ഫിത്നയുണ്ടെന്നുള്ളത് തീർച്ചയാണ്, അതിനൊരു സംശയവും നമുക്ക് വേണ്ട. അതാണ് പരിശുദ്ധമായ ഇസ്ലാം പണ്ട് പറഞ്ഞു 1500 വർഷം മുമ്പല്ലേ, അറബികൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകൾക്ക് മുമ്പിൽ നമുക്ക് ഉച്ചത്തിൽ ഇന്ന് പറയാൻ കഴിയും. കാലം അത് തെളിയിച്ചിരിക്കുകയാണ്. ഇന്നും അതാണ് പ്രകൃതി മതം എന്ന് പറയുന്ന. ഓരോ കാലത്തേക്ക് വരുമ്പോഴും അതിന്റെ പ്രകൃതിയോട് ഇണങ്ങുന്ന നിയമങ്ങളും മാത്രം പാസാക്കിയ മതമാണ് വിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇന്ന് സ്ത്രീ വിരുദ്ധത സാഹചര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് വന്നതൊന്നുമല്ലോ, ഇതൊറ്റ ദിവസം കൊണ്ട് വന്നതൊന്നുമല്ലോ. കാലങ്ങളായി നടക്കുന്ന, കൊല്ലങ്ങളായി നടന്നു വരുന്ന സംഭവങ്ങൾ ഇന്ന് പുറം ലോകത്തോട്, പത്രമാധ്യമങ്ങളോട് വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിയെങ്കിൽ ഈ സ്ത്രീ വിരുദ്ധത കാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? പരിശുദ്ധമായ ദീനും പറഞ്ഞു തന്നത് അത് തന്നെയായിരുന്നല്ലോ.
സഹോദരങ്ങൾ മനസ്സിൽ എല്ലാ മേഖലയിലും ഇത് ഉണ്ട് എന്നുള്ളതാണ്. ബംഗാളിൽ നിന്നൊരു പ്രശ്നം നടക്കുകയാണ്. പാവപ്പെട്ട ഒരു ഡോക്ടർ, ഒരു സ്ത്രീ, അവരെ പീഡിപ്പിച്ചു, ബലാത്കാരമായി ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. ഇന്നും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലകളും നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു നോക്ക്. അമിത സ്വാതന്ത്ര്യം അത് എവിടെ നമ്മൾ ആണിനും പെണ്ണിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ അവിടെയൊക്കെ ഫിത്നകളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഓരോന്നിനും മുമ്പിലും യാഥാർത്ഥ്യമായി തെളിഞ്ഞു വരികയാണ്. പണ്ടൊക്കെ പറയും ഉസ്താദന്മാരുടെ പിരികൊണ്ട് അങ്ങനെ പറയുന്നതാണെന്ന് പറഞ്ഞെങ്കിൽ തള്ളി മാറ്റാൻ പറ്റുമായിരുന്നു. ഇന്ന് തെളിവുകൾ മുമ്പിൽ വരുമ്പോ, കൊല്ലങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ വരുമ്പോ എന്റെ പ്രിയമുള്ളവർ ചിന്തിക്കണം, ഇതിന് പിന്നിൽ ആരാണ്? ഇതിന്റെ പിന്നിൽ മുതലാളിത്തം എന്ന് പറയുന്ന ഒരു വലിയ സംഘം, സകല സുഖങ്ങളും അവർക്ക് ലഹരി വേണം, പെണ്ണ് വേണം, അതിനൊന്നും ഒരു തെറ്റുമില്ല, ഒരു കുറവുമില്ല. തോന്നിയതുപോലെ ജീവിക്കാമെന്നുള്ള ആ ഒരു സമ്പന്ന വരേണ്യ വർഗം അവർക്കുള്ള സുഖജീവിതത്തിന് കണ്ട സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഇതിനൊക്കെ പരിശുദ്ധമായ ഈ പരിശുദ്ധമായ വിലക്കിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു സാഹചര്യം, പാശ്ചാത്യ സംസ്കാരം നമ്മുടെ നാടിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ലിബറലിസമായി ചിന്തിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുന്നു. അതിനെ വകവെച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളായി നമ്മൾ ഓരോ രക്ഷിതാക്കളും മാറുന്നു എന്നുള്ളതാണ്. എനിക്കിന്ന് കല്യാണം വേണ്ട, എനിക്ക് പ്രായപൂർത്തിയായാലും കല്യാണം കഴിക്കണ്ട വാപ്പ, നമുക്കൊക്കെ ലിവിങ് ടുഗദർ ഉണ്ടല്ലോ, തോന്നിയതുപോലെ ജീവിക്കാം, അതിനെ മടുക്കുമ്പോ സലാം പറയാം, അടുത്തതിനെ സ്വീകരിക്കാം, അതിനെ മടുക്കുമ്പോ അതിനൊഴിവാക്കി. കാലം പുരോഗമിക്കും. എന്തുകൊണ്ട് മുസ്ലിയാക്കന്മാര് മാത്രം അത് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഇതെല്ലാം പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു തന്നത്. ആ ദീൻ പഠിപ്പിച്ചു തന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലം നമ്മുടെ ഇടയിൽ വന്ന് ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വകുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, വകുൽ നബിയേ എന്ന് പറയണം, ലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട് എന്ന് പറയണം നബിയേ, യഗ്ളുൽന മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി. നമ്മളൊക്കെ പറയും സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, അവർ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ്. ഇസ്ലാമിൽ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് അതാണ്. ലിബറലിസ ചിന്തക്കാരത് പറയുന്നുണ്ട്, ഒരു മതവും ഇല്ലാത്ത നിരീശ്വരവാദികൾ അത് പറയുന്നുണ്ട്. മുതലാളിത്ത സുഖം മാത്രം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന മുതലാളിത്ത വർഗം ഒരു വിഭാഗം, അവരും അതിനെ പറഞ്ഞുകൊണ്ട് ദീനിനെ ആക്ഷേപിക്കുന്നുണ്ട്, പുരാതന മതമാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് പറയാനുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൊടുത്തതുപോലെ ഏത് മതമാണ് പെണ്ണിന് ഇത്രത്തോളം സ്വാതന്ത്ര്യവും ഇത്രത്തോളം ആദരവും ഇത്രത്തോളം ബഹുമാനവും കൊടുത്തത്? ഉമ്മയെ കുറിച്ച് നാം ആലോചിക്കുക. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം. ആ ഉമ്മയുടെ മഹത്വം എത്രത്തോളം വാനോളം ഉയർത്തിയെന്ന് ചിന്തിച്ചോ? ആ ഉമ്മയോടുള്ള സംസാര ശൈലിയിൽ പോലും എന്ന വാക്ക് നിന്റെ കൽബിന്റെ മനനാവ് കൊണ്ട് നീ മൊഴിഞ്ഞു പോകരുതേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്നുള്ള വാക്കുപോലും പറയരുത്. ഉമ്മ പെണ്ണാണ്. രണ്ടാമതായി വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞല്ലോ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വകുല്ലിൽ മുഅ്മിനീന നബിയേ, അങ്ങ് പറയണം മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് പറയണം, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരെ നോക്കുമ്പോൾ, സ്ത്രീകളെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയണം നബിയേ, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയണം നബിയേ. അവരിലേക്ക് നോക്കല്ലേ, ആർത്തിയോടെ നോക്കല്ലേ, വികാരഭരിതമായി നോക്കല്ലേ എന്ന് ഖുർആൻ വിളിച്ചു പറയാണ്. പിന്നെയോ നിങ്ങളുടെ രഹസ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. അത് കാലം ഇതാണ് നല്ലത്, ഇതാണ് നല്ലത്, ഇതാണ് നന്മ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. തെറ്റോടെ നോക്കാതെ പരിശുദ്ധമായ ഇസ്ലാം സംസ്കാരം അവിടെ പഠിപ്പിക്കുകയാണ്. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മര്യാദ അവിടെ പഠിപ്പിക്കുകയാണ്. അതിനെ നമ്മൾ തുടർന്ന് വരുന്നവരാണ്. അതിന് നമ്മൾ തുടർന്ന് വരുമ്പോ ഫിത്നയില്ലാത്ത നാടുകളായി നമ്മുടെ നാടുകൾ മാറുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഇസ്രായേലുകൾ ഫലസ്തീനുകൾ ആക്രമിച്ചല്ലോ. ഹമാസ് ഇസ്രായേലുള്ള ഒരുപാട് സഹോദരിമാരെ ബന്ധിതയാക്കി വെച്ചിരുന്നല്ലോ. അവിടെയുള്ള ബന്ധികളായ പാവപ്പെട്ട സ്ത്രീകളെ വിട്ടയക്കുമ്പോ അവര് തിരിച്ച്
ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ഹമാസുകളുടെ കഥകൾ പറയുന്നത്. എന്നെക്കാൾ കൂടുതൽ ഒരുപക്ഷെ കേട്ടവര് നിങ്ങളാകും, എന്നെക്കാൾ കൂടുതൽ ഒരുപക്ഷെ വായിച്ചവര് നിങ്ങളാവും. അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു കുറവ് അവിടെ ഉണ്ടായിട്ടില്ല. ഉമ്മയെ നോക്കുന്നത് പോലെ മരുന്ന് ഞങ്ങൾക്ക് തന്നിരുന്നു, വേണ്ടവോളം ഭക്ഷണം ഞങ്ങൾക്ക് തന്നിരുന്നു. ഒരാൾ പോലും അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും അവിടെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ആ ഇസ്രായേലുള്ള സ്ത്രീകൾ തന്നെ അവരുടെ നാട്ടിൽ പോയി ശത്രുപക്ഷമായിരിക്കുന്ന ഹമാസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഹമാസിലുള്ള സ്ത്രീകൾ ഇസ്രായേലുകാരും പിടിച്ചു വെച്ചിരുന്നല്ലോ. അവരെ വിട്ടയച്ചപ്പോൾ നാട്ടിൽ ചെന്ന് പറയപ്പെടുകയുണ്ടായി, കലിക്കുന്ന പട്ടിയായി അഴിച്ചുവിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചിരുന്നു, മരുന്നും ഭക്ഷണവും ഇല്ലാതെ ഞങ്ങളെ പട്ടിണി കിട്ടിയിരുന്നു, കുടിക്കാൻ ദാഹജലം തരാതെ ഞങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്നു, കാമവെറിയന്മാരായ പട്ടാളക്കാർ ഞങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടും തമ്മിലുണ്ടായ വ്യത്യാസം എന്തെന്നറിയോ? ഒന്ന് ദീനാണ്, ഒന്ന് പുരോഗമനവാദികളാണ്. ഒന്ന് ഇസ്ലാം പറഞ്ഞ നിയമമാണ്, ഒന്ന് ലിബറലിസം കലർന്ന നിയമമാണ്. ഇത് രണ്ടും തമ്മിലുള്ള അന്തരങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ എന്താണ് ഈ കാലഘട്ടം ഇങ്ങനെ സംഭവിച്ചു പോകുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാൻ കഴിയും. അല്ലാഹുവേ, മനസ്സിലാക്കാനോ പരിശുദ്ധമായ ദീനറിഞ്ഞ് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമല്ലാ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അകല ഉണ്ടാക്കേണ്ടടുത്ത് നമ്മൾ ഉണ്ടാക്കണം, എങ്കിലേ അവിടെ ഫിത്ന ഇല്ലാതിരിക്കൂ. എത്ര കുടുംബങ്ങൾ ഇന്ന് വയ്യാധാരമാകുന്നു, എത്ര സഹോദരിമാർ. അങ്ങനെ ഭർത്താവിന്റെ അനിയന് വലിയ ലൈസൻസ് ആണ്, ഇല്ലെങ്കിൽ എന്താ എന്റെ പറയും, എന്റെ കാട് അനിയനുണ്ട്, ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകും, കാറിൽ കയറ്റിക്കൊണ്ടുപോകും, ഏത് നേരമാണേലും ധൈര്യത്തിൽ ഇറങ്ങി പോകാം. ദീൻ അനുവദിക്കുന്നുണ്ടോ? ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? സഹോദരി ഉപ്പാടെ പെങ്ങളെ മകൾ, ഉമ്മാടെ അനിയത്തിയുടെ മകൾ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള അതേ പറയുന്നത്, എപ്പോ വേണേലും ഇറങ്ങിപ്പോകാം, കസിൻ ബ്രദറാണ്, കസിൻ സിസ്റ്ററാണ്, എങ്ങനെ പോവാം, ഒരു കുഴപ്പമില്ല. ഏതൊക്കെ കുടുംബങ്ങളിൽ എന്തൊക്കെ ഫിത്നകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അരികിലേക്ക് സയ്യിദത്തിനാ അസ്മാ ബീവിയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അന്ധനായ സഹാബിയാണ്. സഹാബികൾ കടന്നു വരുമ്പോ ഹബീബിന്റെ ഭാര്യ സവിധത്തിലിരിക്കുന്നുണ്ട്, രണ്ട് ഭാര്യമാര് സവിധത്തിലിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബി കടന്നു വരുമ്പോ നിങ്ങൾ മറക്ക് പിന്നിലേക്ക് പോകണ രണ്ടുപേരും. ആ ഭാര്യമാരോട് പറയാണ്, വരുന്നത് കണ്ണു കാണാത്ത ആളാണ് സഹാബി, എന്നാൽ ഇവര് പറയുന്നു നിങ്ങൾ മറക്ക് പിന്നിലേക്ക് പോകണം. കേട്ടപാട് അവര് ചോദിക്കുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അലൈസ ഹുവ അമാ ലാ യുബ്സിറുനാ, കണ്ണ് കാണാത്തവനാണെന്ന് നിങ്ങൾക്കറിയാലോ നബിയേ. ലാ യുബ്സിറുനാ, അയാളെ ഞങ്ങളെ കാണൂല നബിയേ. നബിയുടെ ഭാര്യമാരെ നബിയോട് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുന്നു, വലാ യഗ്രിഫുനാ, നിങ്ങൾക്കറിയൂലേ? ഖാല റസൂൽ, അത് നബിയോട് പറയുമ്പോൾ നബി തിരിച്ചു പറയുന്നു, ഖാല റസൂൽ അഫൈമൻവാനി അൻതുമാ തബ്സുറാനിഹി, അഫാമിയാവാനി അൻതുമാ തബ്സുറാനി, നിങ്ങൾക്കറിയൂലേ നിങ്ങൾക്ക് കണ്ണ് കാണൂ എന്നുള്ളത്, നിങ്ങൾ അവരെ കാണാതിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാതിരിക്കുന്നുണ്ടോ? ആദരവായ റസൂലിന്റെ വാക്കാണ്. അവര് കാണണ്ട, നിങ്ങൾ കാണുന്നില്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും? മറയത്ത് പോയെന്ന് ആദരവായ പരിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് പറഞ്ഞെങ്കിൽ എത്രത്തോളം സൂക്ഷ്മതയാണ് പരിശുദ്ധമായ ദീൻ കൽപ്പിച്ചു തന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങോട്ട് വന്ന് നമ്മുടെ കല്യാണ സമ്പ്രദായങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോവാ. നമ്മുടെ കല്യാണത്തിന് ഇന്ന് പഴയ കാലത്തൊക്കെ ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണം, ഇവിടുത്തെ ഓഡിറ്റോറിയം ഒന്നും അങ്ങനെ സെറ്റപ്പ് ഇല്ല. നമ്മുടെ ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം നടക്കുമ്പോ സ്ത്രീകൾ മേലെ, പുരുഷന്മാര് താഴെ, അല്ലെ? ഒരു വീടിലാണെങ്കിൽ ഒരു മറകെട്ടി അപ്പുറത്ത് സ്ത്രീകൾ. ഇന്ന് നമ്മൾ രണ്ടാളെ ബുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അപ്പുറം ഇപ്പുറം ഇരുത്തിയില്ലെങ്കിൽ ആരാ വന്നിരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഈ അവസ്ഥയിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ എവിടെയും ഫിത്ന
നമ്മൾ തന്നെ നമ്മുടെ കരങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു ഫിത്ന നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ കരങ്ങൾ എന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പച്ചയായ സത്യമായി തുറന്നു വിടുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുക. നാം മനസ്സിലാക്കിയാൽ നമുക്ക് നന്ദി എന്നുള്ളത് നാം ഓരോ ആളുകളും ചിന്തിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ മകളെ